മന്ത്രിസഭയുടെ സുരക്ഷാ ഉപസമിതി യോഗം വൈകിട്ട് 7-ന് ചേരാൻ പോവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പി വസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. വസന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആശങ്ക നിലനിൽക്കുമ്പോഴാണ് മന്ത്രിസഭയുടെ ഈ ഉപസമിതി യോഗം വൈകിട്ട് ചേരുന്നത്. യോഗത്തിൽ എന്തൊക്കെ ചർച്ചകൾ പ്രതീക്ഷിക്കാം? പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രതീക്ഷ സുപ്രധാനമായിട്ടുള്ളൊരു യോഗം തന്നെയാണ് ഇന്ന് വൈകിട്ട് ചേരുന്നത്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ എണ്ണവില ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാജ്യത്ത് തന്നെ ഇപ്പോൾ പ്രീമിയം പെട്രോളിന്റെ വില വർധന ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാണിജ്യ LPGയുടെ വില രണ്ടാമതും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതി ചേരുന്നത്. മാത്രമല്ല, ഈ ഗൾഫ് മേഖലയിൽ ഇറാൻ വ്യാപകമായി ആക്രമണം ആരംഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏകദേശം 10 ദശലക്ഷം ഇന്ത്യക്കാർ അവിടെ ഉള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ആവശ്യമെങ്കിൽ മാത്രം അവരെ വലിയ തോതിൽ ഒഴിപ്പിക്കുന്ന ഒരു ദൗത്യം കൂടി ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിലെ ശ്രദ്ധേയമായ ഒരു ഘടകം. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് മന്ത്രിസഭാ ഉപസമിതി ചേരുന്നത്. പി വസന്താണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്.